ആധുനിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് യാഥാസ്ഥിതിക മനോഭാവമാണ്. മതജീവിതത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹിക ജീവിത ചുറ്റുപാടിലും മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിൽ യാഥാസ്ഥിതിക മനോഭാവം വളർന്നു വരികയാണ്. അത് രാഷ്ട്രീയ കാഴ്ചപ്പാടിലും മതകാഴ്ചപ്പാടിലും ഈ ചിന്ത പാശ്ചാത്യ പൗരസ്ത്യ ദേശ വ്യത്യാസമില്ലാതെ ആധുനിക ലോകത്തിൽ ഭീഷണിയായി തീർന്നിരിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം ഉൾക്കൊള്ളുവാനോ മറ്റുള്ള മനുഷ്യരിലെ നന്മ കാണുവാനോ സാധിക്കാതെ ഞങ്ങൾ മാത്രം എന്ന ചിന്തയിൽ അത് മതജീവിതത്തിലും രാഷ്ട്രീയ മനോഭാവത്തിലും യാഥാസ്ഥിതികത വളർന്നു വരുന്നു. ഈ ഭീഷണിയുടെ നടുവിലാണ് യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുടെ പ്രസക്തി നാം വിചിന്തനം ചെയ്യേണ്ടത്. കൂടാരപ്പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ച വേദഭാഗം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. യഹൂദ മതജീവിതം നയിക്കുന്ന ആളുകളെ സംബന്ധിച്ച് രക്ഷ അവർക്ക് മാത്രം. അവരുടെ കാഴ്ചപ്പാടിൽ ചുങ്കക്കാരും വേശ്യസ്ത്രീകളും വിജാതീയരുമെല്ലാം ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരും മോക്ഷം പ്രാപിക്കുവാൻ യോഗ്യതയില്ലാത്തവരും, അവർ സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവർ. അതേസമയം ഞങ്ങൾ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്ന യഹൂദ മത അനുയായികൾ, അവരാണ് ദൈവത്തിൻ്റെ ജനം, അവർക്കാണ് മോക്ഷവും സ്വർഗരാജ്യവും ലഭിക്കുന്നത്. ഇങ്ങനെ വളരെ ശക്തമായ മതജീവിതത്തിൻ്റെ യാഥാസ്ഥിതിക ബോധമുള്ള യഹൂദജനത്തോട് യേശുക്രിസ്തു പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപമ. കർത്താവ് പറയുന്നു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തവനോട് പിതാവ് പറയുന്നു, നീ എൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അവൻ പറഞ്ഞു, മനസ്സില്ല. എന്നാൽ പിന്നത്തേതിൽ അനുദപിച്ച് അവൻ പിതാവിൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുന്നു. രണ്ടാമത്തെ പുത്രനോട് പിതാവ് പറയുന്നു, മകനെ, നീ എൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുക. അവൻ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, ഞാൻ പോകാം. പക്ഷെ അവൻ പോയില്ല. യേശുക്രിസ്തു യഹൂദന്മാരോട് ചോദിക്കുന്നു, തന്നെ കേൾക്കുന്ന ആളുകളോട് കർത്താവ് ചോദിക്കുന്നു. 31 വാക്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 31 വാക്യം. ഈ 2 പുത്രന്മാരിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് ആരാണ്? ഉടൻ തന്നെ അവർ മറുപടി പറഞ്ഞു, ഒന്നാമൻ. യേശുക്രിസ്തു ഉടനെ പ്രതികരിക്കുന്നു, നിങ്ങൾക്ക് മുൻപേ ചുങ്കക്കാരും വേശ്യസ്ത്രീകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. സഹോദരങ്ങളെ, പിതാവായ ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ഇത് കർത്താവിൻ്റെ പ്രബോധന ശൈലിയുടെ മഹനീയ മാതൃകയാണ്. യേശുക്രിസ്തു ഒരു പ്രസ്താവന നടത്തുകയാണ്, ചുങ്കക്കാരും വേശ്യസ്ത്രീകളും സ്വർഗത്തിൽ പോകും. യഹൂദന്മാർ ശക്തമായി എതിർത്തേനെ, അവർ സമ്മതിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, ചുങ്കക്കാരും വേശ്യസ്ത്രീകളും സ്വർഗത്തിൽ പോകുമോ? അവർ ശക്തമായി മറുപടി പറഞ്ഞേനെ, ഒരിക്കലും ചുങ്കക്കാരും വേശ്യസ്ത്രീകളും സ്വർഗത്തിൽ പോകത്തില്ല. ഈ മനസ്സുള്ള മതജീവിതത്തിൻ്റെ യാഥാസ്ഥിതിക ബോധമുള്ള മനുഷ്യരാണ് പറഞ്ഞത് പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് ഒന്നാമത്തെ പുത്രനാണെന്ന്. ഈ വേദഭാഗം വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഒന്നാമത്തെ പുത്രന് മനസ്സില്ല, പ്രവൃത്തിയുണ്ട്. അത് പ്രതിനിധീകരിക്കുന്നത് ചുങ്കക്കാരും വേശ്യസ്ത്രീകളും വിജാതീയരും സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരുമായ മനുഷ്യർ. യഹൂദന്മാർ ഏറ്റവും അധികം വെറുത്തിരുന്ന, രക്ഷ ഒരിക്കലും ലഭിക്കത്തില്ല എന്ന് യഹൂദന്മാർ ചിന്തിച്ചിരുന്ന സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ട മനുഷ്യർ. അതാണ് ഒന്നാമത്തെ പുത്രൻ പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തെ പുത്രൻ പ്രവൃത്തിയില്ല, മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അത് യഹൂദ മതത്തിൻ്റെ പരിച്ഛേദനമാണ് ആ ഒറ്റ വാക്കിലൂടെ യേശുക്രിസ്തു ഈ ഉപമയിൽ വെളിവാക്കുന്നത്. പ്രവൃത്തിയില്ല, അതേസമയം മനസ്സുണ്ട്. ഇവിടെ മനസ്സ് എന്ന വാക്ക് വിശകലനം ചെയ്യുമ്പോൾ പിതാക്കന്മാർ പറയുന്നത് മനുഷ്യൻ്റെ വിൽ പവർ, അത് മാത്രമായിട്ടല്ല അവർ വിശദീകരിക്കുന്നത്. കേവലം മനുഷ്യൻ്റെ പ്രവൃത്തി ചെയ്യുവാനുള്ള മനസ്സ് എന്ന ചിന്തയിൽ മാത്രമല്ല, മതജീവിതത്തിൻ്റെ
ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങിയ ഒരു വിശാല അർത്ഥതലം മനസ്സ് എന്ന പ്രയോഗത്തിൽ ഇവിടെയുണ്ട്. യഥാർത്ഥത്തിൽ ഒന്നാമത്തെ പുത്രൻ യഹൂദ സമൂഹം വെറുത്തിരുന്ന, യഹൂദ സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ട് പാപികളെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യർ. അവർക്ക് ആചാരങ്ങളില്ല, അനുഷ്ഠാനങ്ങളില്ല, ക്രമീകൃതമായ മതജീവിതമില്ല. കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിതറിയവരും കുഴഞ്ഞവരുമായ പുരുഷാരം. അവരാണ് മനസ്സില്ല, പ്രവൃത്തിയുണ്ട് എന്ന ഒന്നാമത്തെ പുത്രൻ പ്രതിനിധീകരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ പുത്രൻ യഹൂദജനം. അവർക്ക് അനുഷ്ഠാനമുണ്ട്, ദൈവത്തിൻ്റെ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനമാണെന്ന ആത്മാഭിമാനമുണ്ട്. അവർക്ക് യെരൂശലേമിൽ ദേവാലയമുണ്ട്, ആരാധനയുണ്ട്, മതജീവിതത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. പക്ഷേ ഈ ക്രമീകരണങ്ങളൊന്നും പ്രവൃത്തിപഥത്തിൽ എത്തിച്ചേരുന്നില്ല. ഇവിടെ ഒന്നാമത് വിശദീകരിക്കപ്പെടുന്നത് ദൈവത്താൽ പ്രസ്താവിക്കപ്പെടുന്ന ദൈവഹിതത്തിനനുസൃതമായ വിശാലമായ രക്ഷയുടെ അർത്ഥതലമാണ്. സഹോദരങ്ങളെ, യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം തന്നെ യഹൂദ സമൂഹത്തിൻ്റെ രക്ഷ മാത്രമല്ല, മറിച്ച് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള രക്ഷ. അതാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ലോകത്തിന് ദൈവം കാണിച്ചു കൊടുത്തത്. അവിടെയാണ് ഈ വേദഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നിലകൊള്ളുന്നത്. കൂടാരപ്പെരുന്നാളിന് ശേഷം ഒന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിനോട് ഒരുങ്ങുന്ന സമയവുമാണല്ലോ. ഈ ഒരർത്ഥതലത്തിൽ ആരാധനാ പാരമ്പര്യത്തിൽ ഈ വേദഭാഗത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. യഹൂദന്മാരുടെ 3 പ്രധാന പെരുന്നാളുകൾ പെസഹ പെരുന്നാളും പെന്തിക്കോസ്തി പെരുന്നാളും കൂടാരപ്പെരുന്നാളും. അതിൽ പെസഹ പെരുന്നാൾ വിമോചനത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നു, ദൈവം വിടുവിക്കുന്നു എന്നത് ഓർമ്മിപ്പിക്കുന്നു. പെന്തിക്കോസ്തി പെരുന്നാൾ യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ കൊയ്ത്ത് പെരുന്നാളാണ്. അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന അവസരമാണ്. എന്നാൽ കൂടാരപ്പെരുന്നാൾ ഈ 2 അർത്ഥതലത്തിൽ നിന്ന് വിഭിന്നമായി പഴയ നിയമത്തിലെ ദൈവീക രക്ഷയുടെ വിശാലത സൂചിപ്പിക്കുന്നതാണ് കൂടാരപ്പെരുന്നാൾ. യഹൂദന്മാരെ സംബന്ധിച്ച് പ്രയാണ കാലഘട്ടത്തിൽ മനുഷ്യരോടുകൂടെ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. അത്രമാത്രം തൻ്റെ ജനത്തെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് മോശയോട് അരുൾ ചെയ്തു, എനിക്കെൻ്റെ ജനത്തോടുകൂടെ വസിപ്പാൻ നീ എനിക്കൊരു കൂടാരം നിർമ്മിക്കണം. സമാഗമന കൂടാരം നിർമ്മിക്കുന്നതും അതിൽ സാക്ഷ്യപെട്ടകം വയ്ക്കുന്നതുമെല്ലാം ദൈവം മനുഷ്യരോടുകൂടെ, ദൈവം തൻ്റെ സാന്നിധ്യം മനുഷ്യരോടുകൂടെ മനുഷ്യരുടെ ഇടയിൽ വ്യക്തമാക്കുവാൻ ആഗ്രഹിച്ചതിൻ്റെ പശ്ചാത്തലമാണ്. അതുപോലെ തന്നെ പ്രയാണ കാലഘട്ടത്തിൽ പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിത്തൂണിലും ദൈവം ജനതയെ വഴി നടത്തി ദൈവം മനുഷ്യരോടുകൂടെ വസിക്കുന്നു. ആ ഒരു സാദൃശ്യമാണ് കൂടാരപ്പെരുന്നാളിൽ ദൈവ തേജസ് മനുഷ്യരോടുകൂടെ വസിക്കുന്നു എന്ന മഹത്തരമായ ചിന്തയാണ് കൂടാരപ്പെരുന്നാളിൻ്റെ 1-ാം ഭാഗം. അതുകൊണ്ടാണ് കൂടാരപ്പെരുന്നാളിൽ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവത്തെ ഓർക്കുവാൻ ചെറിയ കൂടാരങ്ങൾ ഉണ്ടാക്കി അവരതിൽ അധിവസിച്ചിരുന്നു. എന്നാൽ കൂടാരപ്പെരുന്നാളിൻ്റെ 2-ാമത്തെ ക്രമത്തിൽ യെരൂശലേം ദേവാലയത്തിൻ്റെ പൂമുറ്റത്ത് വലിയൊരു അഗ്നികുണ്ഡം ക്രമീകരിച്ച് യെരൂശലേം പട്ടണത്തിൻ്റെയും ദേവാലയത്തിൻ്റെയും വാതിൽ വിശാലമായി തുറക്കപ്പെടും. എന്തിനു വേണ്ടി? യഹൂദന്മാർ മാത്രമല്ല, സകല ജനങ്ങളും കൂടാരപ്പെരുന്നാളിൽ യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കാം. വിജാതിയർക്ക് വിലക്കില്ലാത്ത പെരുന്നാളാണ് കൂടാരപ്പെരുന്നാൾ. അതുകൊണ്ടാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്, ഇത് ദൈവം ലോകത്തിന് പ്രദാനം ചെയ്ത രക്ഷയുടെ വിശാലതയുടെ പെരുന്നാളാണ് യഥാർത്ഥത്തിൽ കൂടാരപ്പെരുന്നാൾ. ഈ ദേവാലയത്തിൻ്റെ പൂമുഖത്ത് അഗ്നികുണ്ഡം തെളിയിക്കുന്നത് കൊണ്ട് ഇതിനെ പ്രകാശത്തിൻ്റെ പെരുന്നാളായിട്ടും യഹൂദ മത നേതൃത്വം വ്യാഖ്യാനിച്ചിരുന്നു. അതുകൊണ്ടാണ് ദനഹ പെരുന്നാൾ, അന്ധകാരത്തിൻ്റെ നടുവിൽ ദൈവപുത്രൻ്റെ ജനനം, പ്രകാശത്തിൻ്റെ ഉദയമാണെന്ന് നമ്മുടെ പിതാക്കന്മാർ വ്യാഖ്യാനിച്ചതുകൊണ്ട് കൂടാരപ്പെരുന്നാളിൻ്റെ ക്രൈസ്തവ പാരമ്പര്യമായിട്ട് ദനഹ പെരുന്നാളിനെ വീക്ഷിക്കുന്ന പാരമ്പര്യവും നമ്മുടെ പിതാക്കന്മാർക്കുണ്ട്. സഹോദരങ്ങളെ, അന്ധകാരം നിറഞ്ഞ ദേശത്ത് പ്രകാശമായി യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വരുന്നു. സർവ്വജാതികളുടെയും രക്ഷ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നു. താബോർ മലയിൽ യേശുക്രിസ്തുവിൻ്റെ തേജസ് കണ്ട ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന മഹനീയ സന്ദേശമാണ് മറുരൂപമലയിലൂടെ ലഭിക്കുന്ന, അല്ലെങ്കിൽ യേശുക്രിസ്തു നൽകിയ പ്രധാന പാഠം.
എന്നാൽ അവിടെയും കുടില് കെട്ടി ലഭിച്ചിരിക്കുന്ന സൗകര്യത്തിലും സുരക്ഷിതത്തിലും ജീവിക്കാമെന്ന് പത്രോശ്ലീഹ പറയുന്നുണ്ട്. അത് യഹൂദ മതത്തിൻ്റെ യാഥാസ്ഥിതികയുടെ മറ്റൊരു മുഖമാണ്. എന്നാൽ യേശുക്രിസ്തു അത് അനുവദിക്കുന്നില്ല. കാരണം മറുരൂപമലയിലെ പ്രകാശം താഴ്വരയിലേക്ക് ഒഴുകണം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ദൈവം വെളിച്ചമായി നിലകൊള്ളണം. ആ വെളിച്ചത്തിൻ്റെ ശുശ്രൂഷകരാണ്, അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് അപ്പോസ്തോലന്മാർ എന്ന മഹനീയ തത്വം യേശുക്രിസ്തു വ്യക്തമാക്കുകയാണ്. ഞാനിത് ഓർമ്മിപ്പിച്ചത് രക്ഷയുടെ വിശാലത കൂടാരപ്പെരുന്നാൾ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വേദഭാഗം ആരാധനയ്ക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ചെയ്തതാരാണ്? പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത് യഥാർത്ഥത്തിൽ മൂത്ത പുത്രനാണെന്ന് യഹൂദന്മാർ തന്നെ പറയുന്നു. മനസ്സില്ല എന്ന് പറഞ്ഞിട്ടും മാനസാന്തരപ്പെട്ട് ദൈവഹിതം പ്രവർത്തിക്കുന്നു. ഇവിടെയാണ് ഈ വേദഭാഗം പഠിപ്പിക്കുന്ന രണ്ടാമത്തെ ചിന്ത. മാനസാന്തരവും അനുതാപവുമാണ് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കുന്നത്. മാനസാന്തരവും അനുതാപവും സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറന്നാൽ യഥാർത്ഥത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കും. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നമുക്കറിയാം, കർത്താവ് പല സന്ദർഭങ്ങളിലും എടുത്തു പറയുന്ന ഒരു വാക്കാണ് മനസ്സുണ്ട്. കുഷ്ഠരോഗിയോട് പറഞ്ഞു, മനസ്സുണ്ട്, നീ ശുദ്ധമാകുക. രക്തസ്രാവക്കാരി സ്ത്രീയോടും പാപിനിയായ സ്ത്രീയോടും മനസ്സലിവോടെ കർത്താവ് അടുത്തു വരുന്നു. സഹോദരങ്ങളെ, യേശുക്രിസ്തു സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരെ ചേർത്ത് നിർത്തുകയാണ്. എന്നാൽ മതജീവിതത്തിൻ്റെ യാഥാസ്ഥിതിക ഭാവത്തിന് ഒരിക്കലും അനുതാപവും മാനസാന്തരവും ഉണ്ടാകത്തില്ല. കാരണം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതാണ് ഏറ്റവും ശരിയായ മാർഗമെന്ന് ചിന്തിച്ചാൽ ആ റിജിഡിറ്റി ഓഫ് റിലീജിയൻ, മതജീവിതത്തിൻ്റെ കഠിന വീക്ഷണം, ആ വീക്ഷണത്തിൽ അനുതാപമുണ്ടാകത്തില്ല. അനുതാപമുണ്ടായില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ തുറക്കത്തില്ല. യഹൂദമതത്തിന് പ്രധാനപ്പെട്ട 4 അവരുടെ യാഥാസ്ഥിതിക മനോഭാവത്തിന് 4 മുഖങ്ങളുണ്ടായിരുന്നു എന്ന് പിതാക്കന്മാർ പറയും. ഒന്നാമത്തേത് അവരുടെ കണ്ടംപ്ച്വസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. മറ്റുള്ളവരെ, മറ്റുള്ള മനുഷ്യരോടുള്ള വളരെ വളരെ തെറ്റായ മനോഭാവം. ആ തെറ്റായ മനോഭാവമാണ് ചുങ്കക്കാരെക്കുറിച്ചും വേശ്യസ്ത്രീകളെക്കുറിച്ചും വിജാതീയരെക്കുറിച്ചും അവർക്കുള്ളത്. ദൈവത്താൽ തള്ളപ്പെട്ടവർ, രക്ഷയ്ക്ക് യാതൊരു സാധ്യതയുമില്ലാത്തവർ. ഈ ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും മതജീവിതത്തിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടിതാണ്. മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് വളരെ സങ്കുചിതമായ മനോഭാവം ഇന്ന് മതജീവിതത്തിൽ വളർന്നു വരികയാണ്. രണ്ടാമത്തേത് എത്തനോസെൻട്രിസം എന്ന് പറയും, വംശീയ കാഴ്ചപ്പാട്. എന്ന് വച്ചാൽ രക്ഷ ഞങ്ങൾക്ക് മാത്രം. യഹൂദന്മാരെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട അവരുടെ മതജീവിതത്തിൻ്റെ അപജയത്തിൻ്റെ പ്രധാന കാരണം. അവർ വിചാരിച്ചു ദൈവത്തിൻ്റെ സ്വന്തം ജനം ഞങ്ങൾ മാത്രം. അവർ വിചാരിച്ചു എവിടെയെങ്കിലും ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലത്ത് മാത്രമേ ദൈവ സാന്നിധ്യമുള്ളൂ. മറ്റ് മനുഷ്യരിലെ നന്മ കാണുവാനും മറ്റ് മനുഷ്യരിലെ ജീവിത വിശുദ്ധി കാണുവാനും യഹൂദന്മാർക്ക് സാധിക്കുന്നില്ല. ഈ വംശീയ മനോഭാവം ഇന്നും യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വലിയ ഭീഷണി ഉയർത്തുകയാണ്. നമുക്കറിയാം, ഇന്ന് വളർന്നു വരുന്ന യാഥാസ്ഥിതിക മനോഭാവത്തിൻ്റെ അടിസ്ഥാനം അത് തലതിരിഞ്ഞ വർഗീയ ബോധമാണ്. രക്ഷ ഞങ്ങൾക്ക് മാത്രമുണ്ട് എന്ന് പറയുന്നവർ ഭക്തരാണെന്നൊരു ചിന്തയുണ്ട്. ആ ചിന്ത യഥാർത്ഥത്തിൽ ദൈവീകമായ രക്ഷയുടെ വിശാലത നശിപ്പിക്കുന്നതും വേദപുസ്തക കാഴ്ചപ്പാടുകൾക്ക് എതിരുമാണ്. അതുപോലെ തന്നെയാണ് റിജിഡിറ്റി ഓഫ് റിലീജിയൻ, അനുഷ്ഠാനത്തിലെ കാഠിന്യം അല്ലെങ്കിൽ മതപ്രതിപത്തി, കുറെ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായ മതജീവിതം. യഹൂദന്മാരെ സംബന്ധിച്ച് 10 കൽപ്പനയും അതിൻ്റെ വ്യാഖ്യാനമായ 613 നിയമങ്ങളും ആ നിയമസംഹിതയിൽ ഉൾപ്പെടുന്ന മതജീവിതം. ഇന്നും നമുക്കറിയാം, അനുഷ്ഠാനങ്ങൾ ക്രമമായി ക്രമീകരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരിൽ വളർന്നു വരുവാൻ സാധ്യതയുള്ള ഒരു വലിയ പൈശാചിക ചിന്തയാണ് എൻ്റെ ഈ അനുഷ്ഠാനം, എൻ്റെ ഈ ആചരണം, അതാണ് ആധ്യാത്മികത.
നമ്മളിപ്പോൾ 15 നോയമ്പ് ആചരിക്കുന്നു. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാളിൻ്റെ ഒരുക്കമാണ്. എന്നാൽ ആചരണം നിർവഹിക്കുന്ന നമ്മുടെ മനസ്സിൽ നോയമ്പെടുക്കാത്ത എല്ലാ മനുഷ്യരും പാപികളാണ്, എല്ലാ ക്രമീകരണങ്ങളും മതജീവിതത്തിൻ്റെ നിയമങ്ങളൊക്കെ നിഷ്ഠയോടെ പാലിക്കുന്ന ഞാൻ ആധ്യാത്മികമായി ഉയർന്നവനാണ് എന്ന ചിന്ത പാപത്തിലേക്ക് നമ്മെ നയിക്കും. അതുപോലെ ഒന്നാണ് ഡോഗ്മാറ്റിസം എന്ന് പറയും. ഞങ്ങൾ മാത്രം ശരിയാണെന്നുള്ള പ്രമാണവത്കരണം. യഹൂദമതത്തിൻ്റെ വലിയ അപകടം ഈ പ്രമാണവത്കരണമായിരുന്നു. യഥാർത്ഥത്തിൽ ഈ മുഖങ്ങളാണ്, ഈ 4 മുഖങ്ങൾ, മനുഷ്യരോടുള്ള തെറ്റായ മനോഭാവം, വംശീയ ചിന്താഗതി, മതപ്രതിപത്തി നിയമത്തിൽ അധിഷ്ഠിതമായത്, അതുപോലെ തന്നെ അവരുടെ ചിന്ത, അവരുടെ മതപ്രമാണങ്ങൾ മാത്രമാണ് ശരിയെന്നുള്ള കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള മനുഷ്യർക്ക് അനുതാപമുണ്ടാകത്തില്ല. അവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി. പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചത് ആരാണ്? പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിച്ചത് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ വന്ന മൂത്തപുത്രനാണ്. അവിടെയാണ് യേശുക്രിസ്തു പറയുന്നത്, മാനസാന്തരപ്പെട്ട് ദൈവഹിതം ചെയ്യണം. ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ആധ്യാത്മിക ജീവിതത്തിൻ്റെ മനോഹര മാർഗമെന്ന് പറയുന്നത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും വഴിയിലൂടെ ദൈവഹിതം പ്രവർത്തിക്കുക. ചുങ്കക്കാരും വേശ്യസ്ത്രീകളും അവരതേപടി സ്വർഗത്തിൽ പോകുമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചില്ല. മറിച്ച് അനുതാപത്തോടെ കടന്നു വരുന്നവൻ ചുങ്കക്കാരനാണെങ്കിലും വേശ്യസ്ത്രീയാണെങ്കിലും എത്ര വലിയ പാപിയാണെങ്കിലും അനുതാപത്തോടെ കടന്നു വരുന്നവർക്ക്, മാനസാന്തരത്തിൻ്റെ അനുഭവമുള്ളവർക്ക് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന മനോഹരമായ അർത്ഥതലമാണ് യേശുക്രിസ്തു പറഞ്ഞുകൊടുത്തത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരാശയം ഈ വേദഭാഗം പഠിപ്പിക്കുന്നത്, ഒന്നാമത്തേത് മനസ്സില്ല പ്രവൃത്തിയുള്ള പുത്രൻ, രണ്ടാമത്തേത് പ്രവൃത്തിയില്ല മനസ്സുള്ള പുത്രൻ, അതാണ് ഇളയപുത്രൻ. എന്നാൽ ഈ മൂത്തപുത്രനും ഇളയപുത്രനും കൂടാതെ ഒരു ദൈവപുത്രൻ്റെ ശൈലിയുണ്ട്. അതാണ് യേശുക്രിസ്തു ലോകത്തിന് കാണിച്ചു കൊടുത്തത്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മൂത്തപുത്രനുമല്ല ഇളയപുത്രനുമല്ല, യഥാർത്ഥത്തിൽ ഐഡിയൽ സൺ, ശരിയായ പുത്രൻ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനാണ്. എന്താണ് ദൈവപുത്രൻ നമ്മെ പഠിപ്പിച്ചത്? മാനസാന്തരത്തോടെ ദൈവഹിതം പ്രവർത്തിക്കുകയാണ്. മനസ്സും പ്രവൃത്തിയും ഒരുപോലെ മുൻപോട്ട് പോവുകയാണ്. ആചാര അനുഷ്ഠാനങ്ങളിലൂടെ ആന്തരിക വ്യതിയാനമുണ്ടാകുക. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ സന്ദർഭമാണല്ലോ. ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ വചനിപ്പുകളുടെ ഒരു താരതമ്യം. സക്കറിയ പുരോഹിതനോട് മാലാഖ വന്ന് പറഞ്ഞു, നിനക്കൊരു പുത്രനുണ്ടാകും. സക്കറിയ പുരോഹിതന് എല്ലാ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളുമുണ്ട്. ബലിപീഠത്തിൻ്റെ മുൻപാകെ ധൂപം അർപ്പിക്കുന്നവനാണ്. പക്ഷേ ദൈവഹിതം തിരിച്ചറിയുവാൻ സാധിച്ചില്ല, ദൈവത്തിൽ വിശ്വസിക്കുവാൻ സാധിച്ചില്ല. പുത്രനായ യോഹന്നാൻ സ്നാപകൻ ഉണ്ടാകുന്നതുവരെ മൗനിയായി ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതേസമയം മാലാഖ വന്ന് മറിയാമിനോട് പറയുന്നു, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ, അതാണ് കൂടാരം, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. നമ്മുടെ പിതാക്കന്മാർ ഹൗവായെയും ദൈവമാതാവിനെയും കോൺട്രാസ്റ്റ് ചെയ്ത് താരതമ്യപ്പെടുത്തുകയല്ല, അവരെ കാഴ്ചപ്പാടിലെ വ്യത്യസ്തത പഠിപ്പിക്കുന്നുണ്ട്. ഹൗവ ഫ്രീ വില്ല് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സ്വന്തം മനസ്സുപയോഗിച്ച് തിന്മ തിരഞ്ഞെടുത്തു. അവിടെയാണ് മനുഷ്യവർഗം വീണുപോയത്. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് ഫ്രീ വില്ല് ഉപയോഗിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള തൻ്റെ മനസ്സുപയോഗിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ടു. അവിടെയാണ് മനുഷ്യൻ്റെ രക്ഷ, സർവപ്രപഞ്ചത്തിൻ്റെയും രക്ഷ സംജാതമായത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനസ്സില്ല പ്രവൃത്തിയുണ്ട് ഈ ഒന്നാമത്തെ പുത്രനും, പ്രവൃത്തിയില്ല മനസ്സുണ്ട് രണ്ടാമത്തെ പുത്രനും. അത് മതജീവിതത്തിൻ്റെ 2 ഭാവങ്ങൾ. എന്നാൽ മനസ്സിനനുസരിച്ച് മനസ്സും പ്രവൃത്തിയും ഒരുപോലെ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിക്കുന്ന പരിശുദ്ധ ദൈവമാതാവും അത് നമ്മെ ലോകത്തെ പഠിപ്പിച്ച ദൈവപുത്രനും, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ശരിയായ മാതൃകകൾ. അതുകൊണ്ട് അനുതപിച്ച്
മാനസാന്തരത്തിനനുസരണമായ പ്രവൃത്തി ചെയ്തുകൊണ്ട് ആചാര അനുഷ്ഠാനങ്ങൾ മുഖാന്തിരം ആന്തരിക വ്യതിയാനം വന്ന് ദൈവഹിതം പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുവാൻ, എല്ലാ മനുഷ്യരിലും നന്മ കാണുവാൻ. അതുകൊണ്ടാണ് ഒരു പിതാവിന് 2 മക്കൾ, ഒരു പിതാവിന് 2 മക്കൾ എന്നതും പിതാക്കന്മാർ വ്യാഖ്യാനിച്ച മഹത്തരമായ ആശയമാണ്. എന്നുവച്ചാൽ സമൂഹത്തിൻ്റെ നേർധാരയിൽ നിന്ന് തള്ളപ്പെട്ടവരും പാപികളെന്ന് നമ്മൾ കാണുന്നവരും ദൈവത്തിൻ്റെ മക്കൾ തന്നെയാണ്. ആ ബോധ്യത്തോടെ ലോകത്തെ വീക്ഷിക്കുവാനും ആധ്യാത്മികതയുടെ രക്ഷയുടെ വിശാലത മനസ്സിലാക്കുവാനും സർവശക്തനായി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുവാനും തെറ്റ് ചെയ്താൽ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും സർവശക്തൻ കൃപ നൽകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.